ഇന്ത്യ രാജ്യത്തിന് വേണ്ടി യാതനയ്ക്ക് വേദനം പറ്റാതെ കഷ്ടപ്പെട്ട ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന നാഥുറാം ഗോഡ്സെ മുസ്ലിമായിരുന്നില്ല. ഇന്ദിരാഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന സത്വ സിംഗ് മുസ്ലിമായിരുന്നില്ല. ഭയാം സിംഗ് മുസ്ലിമായിരുന്നില്ല. കടാർ സിംഗ് മുസ്ലിമായിരുന്നില്ല. രാജീവ് ഗാന്ധിയെ നശിപ്പിച്ചവർ മുസ്ലിമായിരുന്നില്ല. ഒരു കുപ്പി കള്ളിനും ഒരു വേശ്യാ പെണ്ണിനും വേണ്ടി വിലപ്പെട്ട ഭാരതത്തിന്റെ രഹസ്യങ്ങൾ ഉറ്റിക്കൊടുത്ത കുമ്മർ നാരായൺ മുസ്ലിമായിരുന്നില്ല. ഇന്ന് വരേക്കും ഇന്ത്യ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിലും ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടിരുന്നില്ല. പിന്നെന്താണ് മുസ്ലിമീങ്ങൾ ചെയ്തതെന്നല്ലേ? പിറന്നു വീണ രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി മുസ്ലിം സമുദായം ശബ്ദിച്ചു. അറിയില്ലേ നിങ്ങൾക്ക്? ചരിത്ര പ്രസിദ്ധമായ 1-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി 930 ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ട മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന ധീരനായ വിപ്ലവകാരിയുണ്ടല്ലോ. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപനായ ജോർജ് അഞ്ചാവിന്റെ കുഞ്ചിരോമം പിടിച്ചു കുലുക്കിക്കൊണ്ട് മിസ്റ്റർ ജോർജ്, ഐ വാണ്ട് ടു സസ്പെൻസ് ഓഫ് ഇന്ത്യ, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വിട്ടുകിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന ധീരനായ വിപ്ലവകാരി പറയുന്നു, 7 നാഴിക പോലും നടക്കാൻ കഴിയാത്ത ഞാനുണ്ടല്ലോ 7000 നാഴിക താണ്ടി ഇവിടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെള്ളപ്പിശാചികളായ നിങ്ങൾക്കറിയില്ലേ? നിങ്ങളുടെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് പിറന്നു വീണ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ കാര്യം വരുമ്പോൾ 1-ാമതായും 2-ാമതായും 3-ാമതായും ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഇസ്ലാമിന്റെ കാര്യം വരുമ്പോൾ 1-ാമതായും 2-ാമതായും 3-ാമതായും ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന ധീരനായ വിപ്ലവകാരി പറയുമ്പോൾ, ഇന്ത്യ രാജ്യത്തിൽ ഞങ്ങൾ 32 കോടി ജനങ്ങളുണ്ട്. ആ 32 കോടി ജനങ്ങളെ വെടിവെക്കാനുള്ള മനക്കരുത്തും മനോധൈര്യവും വെള്ളപ്പിശാചികളായ നിങ്ങൾക്കുണ്ടോ? ഈ 32 കോടി ജനങ്ങൾക്ക് വെള്ളപ്പിശാചികളായി നിങ്ങളുടെ മുന്നിൽ മാറുകാട്ടി തരാനുള്ള ധൈര്യമുണ്ട്. പക്ഷേ ആ 32 കോടി ജനങ്ങളെ വെടിവെക്കാനുള്ള മനക്കരുത്ത് വെള്ളപ്പിശാചികളായി നിങ്ങൾക്കുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ആദ്യമായിട്ട് ആ വെടിയുണ്ട മുഹമ്മദ് അലിയുടെ മാറിടത്തിലേക്ക് തറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ കരിങ്കൽ ഭിത്തികളെ കിടുകിടാ വിറപ്പിച്ചുകൊണ്ട് ജോർജ് അഞ്ചാമിന്റെ മൂക്കിന് നേരെ വിരൽ ചുണ്ടിക്കൊണ്ട് ഘോരഘോരം ഗർജിച്ച് രക്തം ഛർദ്ദിച്ച് മരിച്ച മൗലാന മുഹമ്മദ് അലി ജൗഹർ, അദ്ദേഹം മുസ്ലിമാണ്. അദ്ദേഹം ഒരു ഇന്ത്യക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ഈമാനൊക്കെ എവിടെ പോയി? അദ്ദേഹത്തിനുണ്ടായ ഈമാനൊക്കെ